ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ സീസണിലുണ്ടായിരുന്ന സജന ഫിറോസിന്റെ ഡിവോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ സജന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, മൂന്നാമതൊരു ലേഡി കണ്ടസ്റ്റന്റ് അവരുടെ ലൈഫിലേക്ക് ഇൻവോൾവ് ആയി എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആട്ടുതൊല്ലിട്ട കുറച്ച് ചെന്നായിക്കൾ, അതായത് ബിഗ് ബോസ് മുതലേ എന്നെ ഹേറ്റ് ചെയ്ത് നടക്കുന്ന കുറച്ച് പേര് അതിന്റെ ഇടയിൽ കൂടെ എന്റെ പേര് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കമന്റ്സ് ഇടുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ആ ആട്ടിൻതോലിട്ട ചെന്നായിക്കളോടാണ് പറയുന്നത്, ആ വ്യക്തി ഞാനല്ല കേട്ടോ. നിങ്ങളെ വിഷമിപ്പിക്കുന്നതിൽ സങ്കടമുണ്ട്, പക്ഷെ ഞാനല്ല ആ വ്യക്തി. അവരുടെ ഫാമിലി ലൈഫിൽ അവരുടെ അവരുടെ ഒരു ജീവിതം ഉണ്ടല്ലോ, അതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് പോലും ഞാൻ ചെയ്തിട്ടില്ല. സജന ഇപ്പോഴും എൻ്റെ നല്ലൊരു സുഹൃത്ത് മാത്രമാണ്. ഒരിക്കലും അവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ അത്രയും ലോക്കൽ അല്ല. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഇട്ട കമന്റ്സ് ഇട്ട ആളുകൾ, പക്ഷെ നിങ്ങളുടെ ക്യാരക്ടർ അല്ല എനിക്ക്. അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോഴേ പറയാണ്, ആ വ്യക്തി ഞാനല്ല. ഇപ്പോൾ സൂര്യ ഇങ്ങനെ പറയാൻ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ഇതേണക്കുണ്ടെങ്കിൽ സജിനയുടെയും അതോടെ തന്നെ ഫിറോസിൻ്റെ ഇഷ്യൂ ആണ്. അതുകൊണ്ടെങ്കിൽ തുടങ്ങിയത് വേറൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അത് കറങ്ങി തിരിഞ്ഞുണ്ടെങ്കിൽ ഇവിടം വരെ എത്തി. അതിനുണ്ടെങ്കിൽ സജിന തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതേണക്കുണ്ടെങ്കിൽ ഫിറോസിന് വേറൊരാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വേറൊരാൾ വന്ന് ഇടയിൽ കയറിയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് സത്യമാണെന്നോ അല്ലയെന്നും നമുക്കറിയത്തില്ല. ഇതേണക്കത്തുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് പറയാറുണ്ട്. ഇതേണക്ക് ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത് ഡിവോഴ്സ് ആയി കഴിയുമ്പോൾ അവന് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു, ഇങ്ങനെ ആൾക്കാർ വന്നെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സജിനയൊക്കെ ഈ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ഇട്ടത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പം ഭയങ്കരമായിട്ട് കാണാനൊന്നുമില്ല. എന്തായിരുന്നാലും ശരി, ഇത് സത്യമാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇതേ കണക്ക് ഇവരാണ് സൂര്യയാണ് ഇതേ കണക്ക് ചെയ്തത്, സൂര്യ ആയിരിക്കും എന്നുള്ള രീതിയിലോട്ട് അവരുടെ പേര് വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫിറോസിൻ്റെയും സജിനയുടെയും ഫാമിലി ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് വേറൊരു റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ റൂട്ടിലാണ് ഇപ്പോൾ വേറെ ആൾക്കാരുണ്ടെങ്കിൽ അവരെ പിടിച്ചുകൊണ്ട് വന്നിരുന്നത്. അതിൻ്റെ ഒരു കാര്യമില്ല. അവർ തമ്മിലുള്ള ഏതോ ഒരു പ്രശ്നമാണ് ഇത് കണക്ക്. അതെന്തുവാന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. പിന്നെ ബാക്കിയുള്ളവർ നമ്മൾക്കൊന്നും ഇതിനെപ്പറ്റി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. അത് രണ്ട് സൈഡ് കേട്ടാലും അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ എന്തോ സംഭവം എന്നറിയത്തുള്ളൂ. പക്ഷേ ഇത് കണക്കൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇത് കണക്ക് ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഇത് കണക്കത്തുള്ള സൂര്യയുടെ അല്ലെങ്കിൽ വേറെ ആൾക്കാരെയും പേര് വലിച്ചിട്ട് ഒരുപാട് പേരുണ്ട് ഇത് കണക്കത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.